ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രോഷ്യ ആൻഡ് മീ. ഇന്ന് നമുക്ക് ഈ ഒരു ഗ്രാനി സ്ക്വയർ ക്രോഷ്യ ചെയ്യാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ക്രോഷ്യ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രാനി സ്ക്വയർ ആണിത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാഗ്സോ ഡ്രസ്സസോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഈ രണ്ട് കളേഴ്സിലുള്ള അക്രിലിക് യാണാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 3.5 mm ക്രോഷ്യ ഹുക്കും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കൂടാതെ ഏത് കളർ ഷെയ്ഡിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഈ ഒരു ഹാർട്ടിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ഏത് കളറിലോട്ട് വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മാജിക് റിങ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ മാജിക് റിങ്ങിലേക്ക് 12 ഡബിൾ ക്രോഷേസ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ 12 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെയിൽ എൻഡ് വലിച്ചിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഒരു ഹോള് ക്ലോസ് ആയിട്ട് വരും. ഇനി നമ്മൾ ചെയ്ത ചെയിൻ 3 ഇല്ലേ, അതിൻ്റെ ടോപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ചിലേക്ക് ഞാനൊരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. 8 ട്രിപ്പിൾ ക്രോഷ്യേസ് ആണ് ഈ ഒരൊറ്റ സ്റ്റിച്ചിലേക്ക് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് 8 സ്റ്റിച്ചസും ചെയ്തെടുക്കാവേ. ഓക്കെ, 8 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് നമ്മളൊരു ഡബിൾ ക്രോഷ്യയും അതുപോലെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എന്നിട്ട് സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് 2 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കണം. ഒരേ സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യേസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിൽ ചെയ്യേണ്ടത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും അതുപോലെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ ആദ്യം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹാർട്ടിൻ്റെ പകുതി പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റിച്ചിലായിട്ട് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യയും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും ചെയ്തെടുക്കാം. ആദ്യം ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് 2 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും അതുപോലെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും ചെയ്തെടുക്കണം. ആദ്യം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ ആണ്. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 8 ട്രിപ്പിൾ ക്രോഷ്യേസ് തന്നെയാണ്. നമ്മളിപ്പുറത്തെ സൈഡ് ചെയ്തതുപോലെ തന്നെ ഒറ്റ സ്റ്റിച്ചിൽ 8 ട്രിപ്പിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കണം. ഓക്കെ, ഞാനിവിടെ 8 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യാണ്. നമ്മൾ ആദ്യമേ ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് ഇവിടെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്തിരുന്നില്ലേ കഴിഞ്ഞ റൗണ്ടിലെ സ്ലിപ്പ് സ്റ്റിച്ചിൽ, അവിടേക്ക് നമ്മൾ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ചിലും ഞാനൊരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഹാർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഈ റൗണ്ടിൽ നമ്മൾ വൈറ്റ് യാണ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഈ ഒരു വൈറ്റ് യാണ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ 15ാമത്തെ സ്റ്റിച്ചിലാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കൗണ്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ നിന്ന് ഒന്ന് കൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ 15ാമത്തെ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വൈറ്റ് യാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ടെയിൽ എൻഡും കൂടെ ചേർത്തിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാവേ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോഷ്യയാണ്. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇനി അടുത്തതിനകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സ്ക്വയറിൻ്റെ ആദ്യത്തെ കോർണറാണ്. അപ്പോൾ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യയും ഒരു ട്രിപ്പിൾ ക്രോഷ്യയും ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. ഇനി സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യ കൂടി ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് 3 ചെയിൻ സ്റ്റിച്ചുകളാണ്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് ഒരു ട്രിപ്പിൾ ക്രോഷ്യയും ഒരു ഡബിൾ ക്രോഷ്യയും ചെയ്യണം. ആദ്യം ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഡബിൾ ക്രോഷ്യയും ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്വയറിൻ്റെ ആദ്യത്തെ കോർണർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷ്യയാണ്. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും അതുപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ടാണ് നമ്മൾ അടുത്ത കോർണർ വരുന്നത്. അപ്പോൾ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും ഒരു ഡബിൾ ക്രോഷ്യയും സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി ചെയിൻ 3 ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലായിട്ട് ഒരു ഡബിൾ ക്രോഷ്യയും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും ചെയ്തെടുക്കാം. ആദ്യം ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യയും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് കോർണർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള 2 സ്റ്റിച്ചിലേക്കും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചില്ലേ ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ചിലേക്കാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ചിലേക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു പോവാം. ഓക്കെ,
ഇപ്പം നമ്മൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഹാഫ് പോർഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റിച്ചിലായിട്ട് ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. അതേപോലെ തൊട്ടടുത്ത സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷേ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കോർണറാണ് ചെയ്യാൻ പോകുന്നത്. കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ഒരു ഡബിൾ ക്രോഷേയും ചെയ്തെടുക്കാം. ആദ്യം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം, എന്നിട്ട് അതേ സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇനി ചെയിൻ 3 ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേയും ഒരു ഹാഫ് ഡബിൾ ക്രോഷേയും ചെയ്തെടുക്കാം. ആദ്യം ഡബിൾ ക്രോഷേ ചെയ്യണം, എന്നിട്ട് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കോർണറും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിലായിട്ട് 2 സിംഗിൾ ക്രോഷേസ് ചെയ്തെടുക്കാം. സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് രണ്ടും ചെയ്തെടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിലായിട്ട് ഒരു സിംഗിൾ ക്രോഷേയും ഒരു ഹാഫ് ഡബിൾ ക്രോഷയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഒരു ഡബിൾ ക്രോഷേ ആണ്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഈ റൗണ്ടിൽ ലാസ്റ്റ് കോർണറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡബിൾ ക്രോഷേയും ഒരു ട്രിപ്പിൾ ക്രോഷയാണ്. സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യം ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം, എന്നിട്ട് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ഇനി ചെയിൻ 3 ചെയ്യാം, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് ഒരു ട്രിപ്പിൾ ക്രോഷേ പിന്നെ ഒരു ഡബിൾ ക്രോഷേ. അപ്പോൾ ആദ്യം ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്തെടുക്കുക. സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേയും കൂടെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷേ ആണ്. നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിലായിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷേയും കൂടെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷേയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്യാം. ഇതൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് റൗണ്ടും ഫിനിഷായി. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ടും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് നോക്കാവേ. റൗണ്ട് 4ൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് 3 ചെയിൻ സ്റ്റിച്ചസ് ആണ്. ഇനി നമ്മളിപ്പോൾ ചെയിൻ ചെയ്ത അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ടിൽ നമ്മൾ മുഴുവൻ സ്റ്റിച്ചസിലും ഡബിൾ ക്രോഷേസ് തന്നെയാണ് ചെയ്യുന്നത്. കോർണറിലായിട്ട് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 3, വീണ്ടും 2 ഡബിൾ ക്രോഷേ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്റ്റിച്ചസിലേക്ക് ഡബിൾ ക്രോഷേസ് തന്നെ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ ചെയിൻ 3 സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 2 ഡബിൾ ക്രോഷേസ് ആണ്. എന്നിട്ട് ചെയിൻ 3 ചെയ്തെടുക്കാം.
ഇനി ഇതേ സ്പേസിലേക്ക് തന്നെ 2 ഡബിൾ ക്രോഷയും കൂടെ ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് കോർണേഴ്സിൽ ചെയ്യേണ്ടത്. ബാക്കി എല്ലാ സ്റ്റിച്ചസിലും ഡബിൾ ക്രോഷീസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാവേ. ഓക്കെ, ഞാനിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെയിൻ 3 ഇല്ലേ, അതിൻ്റെ ടോപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് യാൺ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ കട്ട് ചെയ്ത യാണൊന്ന് ഹൈഡ് ചെയ്തും കൂടെ എടുക്കണം. ഓക്കെ, ഇനി ഈ എക്സ്ട്രാ നിൽക്കുന്ന യാൺസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഗ്രാനി സ്ക്വയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ബ്ലോക്ക് ചെയ്യണം. എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാവേ. ബൈ.